കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. അങ്ങു കിഴക്ക് സൂര്യനുദിച്ചാൽ നേരം പുലരുമല്ലോ. മേലോട്ടു നോക്കിയാൽ അന്നേരം നല്ലൊരു സൂര്യനെ കാണാമല്ലോ, സൂര്യനെ കാണാമല്ലോ. ചിത്രം വരയ്ക്കുന്നൊരാകാശം കാണേണ്ട കാഴ്ചയല്ലേ? മഴമേഘം വന്നു കറുപ്പിച്ചൊരാകാശം കാണാനിരുട്ടുമല്ലേ? ഏഴുനിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം, ഏഴുനിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം. രാത്രിയിൽ നക്ഷത്രക്കൂട്ടമായി ചന്ദ്രൻ ചിരിക്കുന്ന നേരമായി. ചെറുതായി വലുതായി വട്ടത്തിൽ നീളത്തിൽ ചന്ദ്രനോ മാറി മാറി, ചന്ദ്രനോ മാറി മാറി. സൂര്യനും ചന്ദ്രനും നക്ഷത്രക്കൂട്ടവും മഴയും മഴമേഘവും മഴവില്ലു തെളിയുന്നൊരാകാശം. അങ്ങനെ കാഴ്ചകൾ എത്രയാണ്, കാഴ്ചകൾ എത്രയാണ്. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. പണ്ടൊരു കാട്ടിൽ ചെറിയ മാളത്തിൽ ഒരമ്മ എലിയും 4 കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. എന്നാൽ ആ 4 കുഞ്ഞുങ്ങളിൽ ഒരു എലി മാത്രം നീല നിറമായിരുന്നു. അവൾ ബാക്കി കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. അവൾ എപ്പോഴും അമ്മയെ സഹായിച്ച് വീട്ടുജോലികളെല്ലാം നോക്കി മിടുക്കിയായി വളർന്നു. രണ്ടാമത്തെ എലിക്കുഞ്ഞ് ഒരു സംസാരപ്രിയനായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ ഒരു മരത്തിന് താഴെ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കലാണ് അവന്റെ ഹോബി. മൂന്നാമത്തെ എലി ഒരു സൗന്ദര്യ സ്നേഹിയായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മേക്കപ്പ് ഇടലാണ് അവളുടെ ഹോബി. നാലാമനാകട്ടെ ഏതു നേരവും ഉറക്കമാണ്. ഒരു ദിവസം അവളുടെ കൂടെ ഒന്ന് പുറത്തുപോയി പഴങ്ങൾ പറിച്ചു വന്നേ, എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ട. എന്നിട്ട് ഉറക്കം വന്നിട്ട് വയ്യ, നല്ല ക്ഷീണം. അവളോട് പിന്നെ പോകാമെന്ന് പറ. ഇത് കേട്ട അമ്മ എലിക്ക് സങ്കടമായി. അമ്മ നേരെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് പോയി. മോനെ, ഒന്ന് അവളുടെ കൂടെ പുറത്തു പോയി പഴങ്ങൾ പറിച്ചു വന്നേ, എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ടല്ലോ, ഒന്ന് കൂട്ടിന് പോയേ. ഞാനൊരു പണിയെടുക്കുന്നത് കണ്ടില്ലേ അമ്മേ? അവൾ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഇത്രയും കാലം അമ്മ കൂട്ടുപോയില്ലേ, ഇനി അവൾ ഒറ്റയ്ക്ക് പോട്ടെ. അങ്ങനെയല്ലേ പഠിക്കുക. ഇത് കേട്ട അമ്മ രണ്ടാമത്തെ എലിയുടെ അടുത്തും പോയി കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ എലിയും കൂട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പതിവ് പോലെ
നീലയെലിയും അമ്മയും കൂടി പഴങ്ങൾ പറിക്കാൻ പുറത്തിറങ്ങി. അവർ എല്ലാവർക്കും വേണ്ടിയുള്ള പഴങ്ങൾ പറിച്ചു. കുട്ടകൾ നിറച്ച് വീട്ടിലേക്ക് വന്നു. പഴങ്ങളുടെ മണം വന്നതോടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും നീലയെലിയും അമ്മയും പുറത്തുപോയി കഷ്ടപ്പെട്ട് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും. മറ്റു 3 എലികളും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു 3 എലികളുടെയും സ്വഭാവത്തിലും ഒരു മാറ്റവും കാണാത്ത എലിയമ്മ സങ്കടത്തിലായി. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവർ മാറാനൊന്നും പോകുന്നില്ല. നമുക്ക് നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. അതെ മോളെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ അവരെ മാറ്റാൻ പറ്റും? എനിക്കൊരു ഐഡിയ തോന്നുന്നു. നീലയെലി അവൾക്ക് കിട്ടിയ ഐഡിയ അമ്മയോട് പറഞ്ഞു. നമുക്കൊന്ന് അങ്ങനെ ചെയ്തു നോക്കാം. അങ്ങനെ നീലയെലി പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ 3 ദിവസം അടുപ്പിച്ച് പഴങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ മറ്റു 3 എലികൾ ആഹാരമൊന്നും കിട്ടാതെ വിശന്നിരിക്കാൻ തുടങ്ങി. വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് പോയി കിടക്കട്ടെ. സംസാരപ്രിയനായിരുന്ന നമ്മുടെ രണ്ടാമത്തെ എലി ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാതെയായി. സൗന്ദര്യസ്നേഹിയായിരുന്ന മൂന്നാമത്തെ എലിയും ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ സൗന്ദര്യം നോക്കാൻ ഒരു മൂടില്ലാതെയായി. ഏതു നേരവും ഉറങ്ങിയിരുന്ന നാലാമനാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ 3-ാമത്തെ ദിവസം 3 പേർക്കും വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാതെയായി. അവർ അമ്മ ആഹാരമായി വരുന്നത് കാത്തിരുന്നു. അമ്മ വരുന്നത് കണ്ട 3 പേരും അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മ ഇന്നും ഒന്നും കൊണ്ടുവന്നില്ലേ? ഈ വയ്യാത്ത ഞാനും നിങ്ങളുടെ മൂത്ത സഹോദരിയായി ഇവളും കൂടി പോയാൽ എല്ലാവർക്കുമുള്ള ആഹാരം കൊണ്ടുവരാൻ പാടാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുമല്ലേ. നിങ്ങൾ 3 പേരും കൂടി വന്നാൽ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും. എന്താ, റെഡിയല്ലേ? തീർച്ചയായും. നല്ല കുട്ടികൾ. ഇതും പറഞ്ഞ അമ്മ എല്ലാവർക്കും ഓരോ ആപ്പിൾ വീതം കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കാൻ പോയി തുടങ്ങി. അങ്ങനെ അവർ അവരുടെ മടിയെല്ലാം മാറ്റിവെച്ച് തങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചു. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി മുതൽ തന്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചിലവഴിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാമല്ലോ എന്നോർത്ത് നമ്മുടെ നീലയെലിക്കും സന്തോഷമായി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും. കൃഷ്ണപുരത്തെ മന്ത്രിയുടെ ബുദ്ധിവൈഭവം അക്കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്നു. ഒരു ദിവസം രാജാവിനെ കാണാൻ ഒരു പണ്ഡിതൻ വന്നിരിക്കുന്നു. പണ്ഡിതനോ? എന്താ കാര്യമെന്ന് തിരക്കിയില്ലേ? പൂവ്, അദ്ദേഹം തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് പല രാജ്യത്തിലെയും പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മന്ത്രിയെ പറ്റിയും കേട്ട് മന്ത്രിയെ കൂടി പരാജയപ്പെടുത്തി അയാളുടെ പാണ്ഡിത്യം തെളിയിക്കാൻ അനുവദിക്കണം എന്നാണ് പറയുന്നത്. അത് കൊള്ളാം. എന്തായാലും വരാൻ പറയൂ, ഞാൻ രാജാവിനോട് പറയാം. വന്ന കാര്യം പറയൂ. പ്രഭു, ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ആ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരെയെല്ലാം ഞാൻ എന്റെ ബുദ്ധിശക്തി കൊണ്ട് പരാജയപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ മന്ത്രിയെ കുറിച്ച് കേട്ടറിഞ്ഞത്. അതിനാലാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് മന്ത്രിയെ കൂടി പരാജയപ്പെടുത്തി എന്റെ പാണ്ഡിത്യം തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാജാവിന് അഹങ്കാരിയായ ആ പണ്ഡിതന്റെ സംസാരം തീരെ രസിച്ചില്ല. പക്ഷേ ഈ അഹങ്കാരം അല്പസമയം കൂടിയേ കാണൂ എന്നറിയാവുന്ന രാജാവ് ഒന്നും പറയാതെ മന്ത്രിയെ വിളിച്ചു. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. മന്ത്രി, ഈ പണ്ഡിതന് താങ്കളോട് എന്തോ ചോദിക്കുവാനുണ്ട്.
അതിനെന്താ, അല്ലയോ പണ്ഡിത, അങ്ങേക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് ചോദിച്ചാലോ? ഇത് കേട്ടതും പണ്ഡിതൻ മന്ത്രിയോട് ചോദിച്ചു, പറയൂ മന്ത്രി, നിങ്ങളോട് എളുപ്പമുള്ള 100 ചോദ്യങ്ങൾ ചോദിക്കണോ അതോ പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കണോ? മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കൂ. ഇത് കേട്ടതും രാജാവിനും സഭയിലുള്ളവരിലുമെല്ലാം ജിജ്ഞാസ വർദ്ധിച്ചു. എന്തായിരിക്കും ആ ഒരു ചോദ്യം? അവർ പരസ്പരം പിറുപിറുത്തു. പണ്ഡിതൻ മനസ്സിൽ കരുതി, ഏതു വിധേനയും മന്ത്രിയെ പരാജയപ്പെടുത്തുക തന്നെ വേണം. അതിനായി മന്ത്രിയെ കൊണ്ട് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം തന്നെ ചോദിക്കണം. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പണ്ഡിതൻ ആ ഒരു ചോദ്യം മന്ത്രിയോട് ചോദിച്ചു. പറയൂ മന്ത്രി, കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? പണ്ഡിതന്റെ ഈ ചോദ്യം കേട്ടതും സദസ്സ് മുഴുവൻ നിശബ്ദമായി. എന്നാൽ മന്ത്രി അപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിന്നു. ചോദ്യം കേട്ടു കഴിഞ്ഞതും മന്ത്രി പണ്ഡിതനോടായി പറഞ്ഞു, ആദ്യമുണ്ടായത് തീർച്ചയായും കോഴി തന്നെയാണ്. ഇത് കേട്ടതും പണ്ഡിതൻ മന്ത്രിയോടായി ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത്? നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞു. അതിനു ഞാൻ മറുപടിയും നൽകി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്? ആ പണ്ഡിതന് അതിന് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ നാണിച്ച് തലയും കുനിച്ച് അവിടെ നിന്നും മടങ്ങി. അങ്ങനെ ഒരിക്കൽ കൂടി കൃഷ്ണപുരത്തെ മന്ത്രി തന്റെ ബുദ്ധി കൊണ്ട് പണ്ഡിതന്റെ മുന്നിൽ ജയിച്ചു. രാജാവ് മന്ത്രിയെ വാനോളം പുകഴ്ത്തി. കൃഷ്ണപുരം കൊട്ടാരത്തിലെ രാജാവ് പെട്ടെന്നൊരു നാൾ വലിയ ഈശ്വരഭക്തനായി തീർന്നു. തന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം തന്റെ ഭക്തിയാണെന്ന് രാജാവ് വിശ്വസിച്ചു. ഒരു ദിവസം, ആരവിടെ? ഇനി മുതൽ കൊട്ടാരവാസികളും നാമിനെ പോലെ തികഞ്ഞ ഭക്തിയുള്ളവരായിരിക്കണം. സദാസമയവും ദൈവനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. രാജാവിന്റെ കൽപ്പന കേട്ട കൊട്ടാരവാസികളെല്ലാം തികഞ്ഞ ഭക്തന്മാരെ പോലെ അഭിനയിച്ചു പോയി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. രാജപ്രീതിക്കായി അവർ എല്ലായ്പ്പോഴും ദൈവനാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ മന്ത്രി ഈ വക പ്രകടനം ഒന്നും കാണിച്ചിരുന്നില്ല. പലരും രാജാവിന് വേണ്ടിയായിരുന്നു ഈ ഭക്തിയൊക്കെ കാണിച്ചിരുന്നതെന്ന് മന്ത്രിക്ക് നന്നായി അറിയാമായിരുന്നു. രാജാവ് മന്ത്രിയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു. അതോടെ മന്ത്രിക്ക് ഭക്തി കുറവാണെന്ന് രാജാവ് ഉറപ്പിച്ചു. മന്ത്രിക്ക് എന്താ ഭക്തിയിൽ കുറച്ച് ശ്രദ്ധ കുറവുണ്ടോ? ദൈവനാമം ഉരുവിടുന്നത് നാം കേട്ടിട്ടേയില്ല. ഞങ്ങളും കേട്ടിട്ടില്ല പ്രഭു. മന്ത്രിക്ക് ഈയിടെയായി ഭക്തി കുറവുണ്ടെന്ന് തോന്നുന്നു. ഭക്തിയുടെ വില വഴിയെ മനസ്സിലായിക്കോളും. എന്തായാലും നിങ്ങൾ മുടക്കേണ്ട, ചൊല്ലിക്കോളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. രാജാവ് കൊട്ടാരത്തിൽ ഒരു തത്തയെ വളർത്തിയിരുന്നു. തനി തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടിലാണ് അതിനെ വളർത്തിയിരുന്നത്. തത്തയെയും ഈശ്വരനാമം ചൊല്ലാൻ ചക്രവർത്തി പഠിപ്പിച്ചിരുന്നു. തത്ത എപ്പോഴും രാമ കൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ ഉറക്കെ പറയും. രാമ കൃഷ്ണ ഗോവിന്ദ. കണ്ടില്ലേ, നീ എത്ര മനോഹരമായിട്ടാണ് ഈശ്വരനാമം ഉരുവിടുന്നത്. ഈ കൊട്ടാരത്തിൽ നാമിന്റെ ഉറ്റ സുഹൃത്തായ മന്ത്രി മാത്രം ഈശ്വരനാമം ഉരുവിടുന്നത് നാം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്തായിരിക്കും അത്? ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. ഉത്തരവ് മഹാരാജൻ. അങ്ങ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? മന്ത്രി, താങ്കൾ എന്തുകൊണ്ടാണ് ഈശ്വരനാമം ഉരുവിടാത്തത്? താങ്കൾ ഈ തത്തയെ നോക്കൂ. എത്ര തവണയാണ് ഇത് ഈശ്വരനാമം ഉരുവിടുന്നത്? ഈ ഒരു തത്തയ്ക്കുള്ള അത്ര ഭക്തി പോലും അങ്ങേക്കില്ലാത്തത് വളരെ ലജ്ജാകരമാണ്.
പ്രഭു, അങ്ങേക്ക് വിഷമമാകില്ലെങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. എന്താണ്? പറയൂ. ഈ തത്ത ഭക്തി കൊണ്ടല്ല, ഭക്ഷണം കിട്ടാനായി അങ്ങയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് തത്ത ദൈവനാമം ഉച്ചരിച്ചത്. ഇതുപോലെ തന്നെയാണ് കൊട്ടാരത്തിലുള്ള പലരുടെയും അവസ്ഥ. മന്ത്രിയുടെ അഭിപ്രായം രാജാവിന് അത്ര ഇഷ്ടമായില്ല. തന്റെ തത്തയും മറ്റു കൊട്ടാരവാസികളും തന്നെ തൃപ്തിപ്പെടുത്താനല്ല ഈശ്വരനാമം ചൊല്ലുന്നത്. അത് ഭക്തി എന്നുകൊണ്ട് മാത്രമാണ്. ഭക്തിയില്ലാത്ത മന്ത്രിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ, ഇപ്പോഴൊന്നും പറയാനില്ലേ മന്ത്രിക്ക്? എനിക്കിതെല്ലാം തെളിയിക്കാൻ ഒരവസരം തരണം. തീർച്ചയായും. അടുത്ത ദിവസം 2 അറകളുള്ള ഒരു കൂടുമായാണ് മന്ത്രി കൊട്ടാരത്തിലെത്തിയത്. ആ കൂടിന്റെ ഒരറയിൽ രാമൻ ഒരു പൂച്ചയെ അടച്ചിരുന്നു. രാജാവിന്റെ തത്തയെ അതിന്റെ കൂട്ടിൽ നിന്നും എടുത്ത് മന്ത്രി തന്റെ കയ്യിലെ കൂടിന്റെ പൊളിഞ്ഞ അറയിലേക്ക് ഇട്ടു. തത്ത പൂച്ചയെ കണ്ട് ആകെ ഭയന്ന് ചിറകടിച്ച് കൂടിനുള്ളിൽ പറക്കാൻ തുടങ്ങി. മന്ത്രിയുടെ പ്രവൃത്തി അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു രാജാവ്. പ്രഭു, തത്തയോട് ഇനി ദൈവനാമം ചൊല്ലാൻ ആവശ്യപ്പെട്ടാലും? രാജാവ് തത്തയോട് ഈശ്വരനാമം ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടു. ആകെ വിളറി പിടിച്ച് കൂടിനകത്ത് ഓടി നടക്കുകയായിരുന്ന തത്തയുണ്ടോ അത് കേൾക്കുന്നു. രാജാവ് എത്ര പറഞ്ഞിട്ടും തത്ത അത് കേട്ട ഭാവം പോലുമില്ല. അത് പൂച്ചയെ കണ്ട് ഭയന്നു പോയിരുന്നു. ഒരുപാട് തവണ പറഞ്ഞിട്ടും തത്തയിൽ നിന്ന് ഒരു വാക്കുപോലും കേൾക്കാതിരുന്നപ്പോൾ രാജാവ് പരാജയം സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇവിടെ മറ്റു പലരും എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭക്തി അഭിനയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തെറ്റുപറ്റി. കൽപ്പിച്ചും യാചിച്ചും ഉണ്ടാവുന്ന ഒന്നല്ല ഭക്തി. അത് മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ ഭക്തി കൂടിയാലും പ്രശ്നമാണ്. അത് ദുർബല മനസ്സിന്റെ ലക്ഷണമാണ്. അവയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രാധാന്യമേറുന്നുവെന്ന് കണ്ടാൽ ഉടൻ ചികിത്സിക്കുക. അയ്യോ, ഉറുമ്പ്! എന്താ, എന്തു പറ്റി? ആ, ഉറുമ്പ് കടിച്ചിട്ടാ. ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവളെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവരാ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമയനും മനസ്സനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ
എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതവിടെ ഇട്ടിട്ട് വാ, നമുക്ക് 2 കളിയൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്ത് പോകാം. എന്താ? ഞങ്ങൾ തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരുകയും ചെയ്യാം. എന്താ? സോറി ഡിയർ, ഇവിടെ ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കുന്നെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലേ? ഇല്ല. അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ. എന്നിട്ട് നീ അത് ചെയ്തില്ല. എന്നത് മാത്രമല്ല, ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല. അതല്ലേ ശരി? ശരിയാണ്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം. അമ്മേ, മുത്തശ്ശി എവിടെ പോയി? കോഴികളെ നോക്കി പുറത്തുണ്ട്. മുത്തശ്ശി, അമ്മ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ട് നെയ്യപ്പം? ഇഷ്ടമായോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും എല്ലാം ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി എന്നും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അയ്യോ, മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി.
സാരമില്ല, കരയണ്ട. മുത്തശ്ശി വേറെ എടുത്തു തരാം. കരയല്ല മോളെ. എന്താ, എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അവളുടെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഓ, അതാണോ കാര്യം? അത് സാരമില്ല, പോട്ടെ. ദാ ഇവിടെ ഇനിയും ഉണ്ടല്ലോ നെയ്യപ്പം. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, എന്നാൽ ഇന്ന് മോളുടെ നെയ്യപ്പം കട്ടുകൊണ്ടുപോയാ ആ കാക്കയുടെ കഥ തന്നെ ആവട്ടെ. മോളുടെ നെയ്യപ്പവുമായി കാക്ക നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. പെട്ടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്, എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? കുരങ്ങൻ മണം വരുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിലിപ്പോ ഇതാരാണ് ഇത്രയും മണമുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ? അതും ഞാനറിയാതെ. ഇത് കണ്ട കൊതിയനായ കുരങ്ങൻ മുളച്ചിറക്കി. അപ്പോ അവിടെ നിന്നാണ് മണം വന്നത്. ഇവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ആ നെയ്യപ്പം കുറച്ച് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ തരാൻ മാത്രം മണ്ടിയല്ല. എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണം. സൂത്രത്തിൽ ചോദിച്ചാലേ കിട്ടൂ. കറുപ്പ് തായ് എനക്ക് പിടിച്ച കളറേ തന്നെ താനേ. എന്താ കുരങ്ങച്ചാരെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ എന്റെ പാട്ട് നിങ്ങൾക്കൊക്കെ അല്ലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്റെ പാട്ട് കൊണ്ട് എന്നെ പണ്ട് നാടുകടത്തിയവരല്ലേ നിങ്ങൾ. എനിക്ക് എന്റെ പാട്ട് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം നിങ്ങളെപ്പോലെ സംഗീത ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞു എനിക്ക് സംഗീത ബോധമില്ല എന്ന്? കുയിൽ റഹ്മാന്റെ മ്യൂസിക് ട്രൂപ്പിൽ പാടാൻ ക്ഷണം കിട്ടിയതാ എനിക്ക്. ഞാൻ പോവാഞ്ഞിട്ടല്ലേ? ഓ പിന്നെ ഉളുവടിക്കാതെ. ഹേയ്, ഉളുവടിച്ചതല്ല. സത്യം പറഞ്ഞാൽ എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിൽ റഹ്മാന് പോലും ആവില്ല. അതുകൊണ്ടല്ലേ അങ്ങേരുടെ ട്രൂപ്പിലേക്ക് പാടാൻ വിളിച്ചത്. അപ്പോൾ അതാണ് കാര്യം. എന്ത് കാര്യം? ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്ത് സംസാരം? എന്നേക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാണോ എന്നറിയാൻ നമുക്കൊരു മത്സരം വെച്ചാലോ? എന്താ? അതിനെന്താ, ഞാൻ റെഡി. എന്നാൽ തുടങ്ങിയേക്കാം. ആദ്യം നിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. ഓ നിർത്ത്. ഇങ്ങനെയാണോ പാടുക? സംഗതി വന്നില്ല. പാടുമ്പോ ശരീരം അതിൽ ലയിച്ചില്ലാതാകണം. പാടുമ്പോൾ നമ്മളറിയാതെ ആടണം. ഓക്കെ, എന്നാ പിടിച്ചോ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. അയ്യോ! കാക്ക ആടിപ്പാടിയപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് താഴേക്ക് വീണു. താങ്ക്സ്. എന്നാ ഞാൻ അങ്ങോട്ട്. നിന്റെ പാട്ട് തന്നെ സൂപ്പർ. കള്ളക്കുരങ്ങ, പണി പറ്റിച്ചല്ലേ? കുരങ്ങൻ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ നടന്നുപോയി. അപ്പോഴാണ് അതുവഴി നമ്മുടെ ആനക്കുട്ടി നടന്നു വന്നത്. അയ്യോ, ആനക്കുട്ടിയല്ലേ ആ വരുന്നത്? അവൻ ഈ നെയ്യപ്പം കണ്ടാൽ വേണ്ടി വരും. അവന് മൂക്കിൽ വലിക്കാൻ പോലും ഇത് കാണില്ല. എന്നാലും അവൻ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കാം. എങ്ങോട്ടാ കുരങ്ങച്ച പതിവില്ലാതെ? ഹേയ്, ഒന്നുമില്ല. ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോർണിംഗ് വാക്ക് ഉച്ചക്ക്? സത്യം പറ, എന്താ ഒരു കള്ളലക്ഷണം? ഹേയ്, അത് ജന്മനാ ഉള്ളതാ. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അതെനിക്കറിയാം. എന്താ നിന്റെ കയ്യിൽ? നോക്കട്ടെ. ഒന്നുമില്ല, ദാ കണ്ടില്ലേ? അപ്പോഴാണ് കാക്ക അതുവഴി വന്നത്. ആനച്ചാരെ,
ഈ കുരങ്ങൻ എന്റെ കയ്യിൽ നിന്നും നെയ്യപ്പം സൂത്രത്തിൽ കൈക്കലാക്കി. അമ്പട കള്ള, അപ്പൊ അതാണല്ലേ എന്റെ മുന്നിൽ ഒളിച്ചു കളിച്ചത്. അത് പിന്നെ നല്ല നെയ്യപ്പം കഴിച്ചിട്ട് കാലം കുറെ ആയി. നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. ആ നെയ്യപ്പം ഇങ്ങു തന്നെ നമുക്കെല്ലാവർക്കും വീതിച്ചെടുക്കാം. അതല്ലേ കാട്ടിലെ നിയമം. അങ്ങനെ ആ നെയ്യപ്പം അവർ പരസ്പരം വീതിച്ചു കഴിച്ചു. സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല.